ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. പലരും കഴിച്ച് നോക്കാത്ത, ഇന്ന് വരെ കഴിക്കാത്ത ഒരു റെസിപ്പി ആയിരിക്കും ഇത്. പാൽ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കിടിലൻ ഹലുവ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതെ വരില്ല. അത്രയും ടേസ്റ്റാണ്. നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ അതേ രുചിയാണ് ഇതിന്. പക്ഷെ ഒരു കാര്യം, കുറച്ച് ടൈം എടുത്ത് ക്ഷമയോട് കൂടെ തയ്യാറാക്കി എടുക്കണം. കാരണം നമ്മുടെ ഹലുവയുടെ കറക്റ്റ് പരുവമായാലേ മാത്രമേ ഹലുവ സെറ്റ് ആവുള്ളൂ. അതുവരേക്കും നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ കറക്റ്റായിട്ട് ഹലുവ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. പാൽ ഹലുവ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്യാം. ചൂടുവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ചു പോകും. നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഇതിനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ നേരെ പകുതി ആവുന്നത് വരെ കുറുക്കിയെടുക്കണം. ഇളക്കി കൊടുത്തോണ്ട് കുറുക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇത് മുകളിൽ പാടയൊക്കെ കെട്ടിപ്പോവും. പാല് തിളച്ചിട്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് പകുതിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. മൈദയും കോൺഫ്ലോറും ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. ഇപ്പൊ കണ്ടോ, ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ചതച്ച ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏലക്കായ്ക്ക് പകരം ഏലക്കായ പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ നല്ല പോലെ കുറുക്കിയെടുക്കണം. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്താൽ മതി. കണ്ടോ, ഇപ്പൊ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത് നമുക്കിതിലേക്ക്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനിയും ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവത്തിൽ വേണം ഇതിനെ കുറുക്കിയെടുക്കാൻ. ഇപ്പൊ ഇത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ല, ഇപ്പൊ ഇത് പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിന്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതിലാണോ ഹലുവ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് മാറ്റി കൊടുക്കുക. ചൂടോട് കൂടെ തന്നെ ഇതിനെ മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ മുകളിൽ അല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി.
ഇനി നമുക്കിതിനെ നല്ലപോലെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കിന് ഇത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ലപോലെ ചൂടൊക്കെ പോയി നല്ലപോലെ ഹലുവ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഡിഷിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. ഡിഷിലേക്ക് മാറ്റാൻ വലിയ പണിയൊന്നുമില്ല. ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹലുവ പുറത്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഹലുവ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹലുവ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അല്ലേ? കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് ക്ഷമയോട് കൂടി ഇത് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഹലുവ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ. നല്ല പോലെ ടേസ്റ്റുള്ളൊരു ഹലുവയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ ആരും തന്നെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് ചെയ്തോളൂ. കാരണം അതെനിക്കൊരു പ്രചോദനമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസിൽ ഇനിയും മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.